സയൻസ് PH ടിപ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം, ഉത്തരങ്ങളും നോക്കാം. 2022 മുതലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലോക്പാലാണ്. ലോക്പാൽ ആകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം 54 ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം സത്രിയ. അസമിലെ പരമ്പരാഗത നൃത്ത നാടകത്തിൻ്റെ പേരാണ് സത്രിയ എന്നുള്ളത്. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം സമാധാനം, സമൃദ്ധി, പുരോഗതി. സൗത്ത് ഏഷ്യൻ ഗെയിംസിൻ്റെ ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നാണ്. നെക്സ്റ്റ് വൺ, MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1995. MD വാസുദേവൻ നായർ 95 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? ഉത്തരം പുന്നമട കായൽ. കേരള മൗപ്പ് സാൻഡ് എന്നറിയപ്പെടുന്ന ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം തൃപ്പൂണിത്തുറ. കുച്ചിപ്പുടി എവിടെ നിന്ന് ആരംഭിച്ചു? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഈ ഒരു സ്പീഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം, എങ്കിലേ വല്ലതൊക്കെ എഴുതാൻ പറ്റൂ. സ്ലോയിൽ ഇനിയും പോയിട്ടൊരു കാര്യമില്ല. ഓക്കെ. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം പാരാലിമ്പിക് ഗെയിംസുകൾ. അടുത്ത ചോദ്യം, ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവാരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡൽ പോലുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇ ഇങ്ക് ആണ്. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രോസസ്സർ മാനേജ്മെൻറ്റ്. ഡാഷ് ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാൻ ആകുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗേറ്റ്വേ. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈപ്പർ ടെക്സ്റ്റ്. അടുത്തത്, ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്ന സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഫിഷിംഗ് എന്നാണ് പറയുന്നത്. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം പ്രഫുല്ല ചന്ദ്ര റേ. അടുത്തത്, ഡാഷ് ISR വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾ വിപണനം ചെയ്യുന്നു. എന്താണത് സംഭവം? ഏതാണ് അത്? ഉത്തരം ആൻട്രിക്സ്. അറിയാമായിരിക്കുമല്ലോ. താഴെ പറയുന്നവയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ് അല്ലാത്തത് ഏതാണ്? അവിടുത്തെ ഉത്തരം പ്രകൃതിവാതക ഊർജമാണ് അല്ലാത്തത്. ഓക്കെ. ജല ഊർജവും അതുപോലെ ജിയോതാപ ഊർജവും ബയോമാസ് ഊർജവും എന്താണ്? ഒരു സ്രോതസ്സുകൾ ആണ്, പുനരുപയോഗിക്കാവുന്ന ഒരു സ്രോതസ്സുകൾ ആണ്. അല്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? പ്രകൃതിവാതക ഊർജം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഹരിതഗൃഹവാതക ഉദ്യമനത്തിൻ്റെ പ്രധാന പങ്ക് ഡാഷാണ്. പ്രധാന പങ്ക് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. താഴെ പറയുന്നവയിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകം അല്ലാത്തത് ഏതാണ്? ഉത്തരം എന്താണ്? കാലാവസ്ഥാ വ്യതിയാനമാണ്. അടുത്ത ചോദ്യം, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ്. പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ഏതൊക്കെയാണ് ശരി?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പട്ടിക 1നെയും പട്ടിക 2മായി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ അന്തരീക്ഷ പാളികളും സവിശേഷതകളും കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ജോഗ്രഫിക്കൽ പാർട്ടാണ് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റ് 2 വീഡിയോസ്. അതിന് മുൻപേ ഉള്ളത് ഹിസ്റ്ററി ജോഗ്രഫി പാർട്ട് ഒട്ടുമേ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി പാർട്ടുകൾ വേണമെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രാറ്റോസ്ഫിയർ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? ഉത്തരം നമുക്ക് എന്താ വരിക? ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും വരിക, അല്ലേ? നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ ഏതാണ്? മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗം അടങ്ങിയ ഭാഗമാണെന്ത്? സ്ട്രാറ്റോസ്ഫിയർ. മൊത്തം അന്തരീക്ഷത്തിൻ്റെ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയ ഭാഗമാണെന്ത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുക. എക്സോസ്ഫിയർ എന്താണ്? ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ അടങ്ങിയതാണെന്ത്? എക്സോസ്ഫിയറിൽ വരിക. ട്രോപ്പോസ്ഫിയർ എന്താണ്? ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് താപനില കുറയുന്ന ഭാഗമാണെന്ത്? ട്രോപ്പോസ്ഫിയർ. ഉയരം കൂടുന്നതനുസരിച്ചിട്ട് താപനില കുറയുന്ന ഭാഗമാണെന്ത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതുപോലെ അയണോസ്ഫിയർ എന്താണ്? അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ അറോറ ബൊറോലിയസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്ന ഭാഗമാണെന്ത്? അയണോസ്ഫിയർ എന്ന് പറയുക. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ്, അതാണ് അയണോസ്ഫിയർ. സ്ട്രാറ്റോ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രാറ്റോ ഓസോൺ എന്ന് ഓർക്കുക കേട്ടോ. സ്ട്രാറ്റോ എപ്പോഴും ഓസോണിൻ്റെ ഭാഗമാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. NW3 എവിടെയാണ്? NW3 എന്ന് പറയുമ്പോൾ ഉത്തരം ഏതാണ്? കോട്ടപ്പുറം, കൊല്ലമാണ്, അല്ലേ? കോട്ടപ്പുറം, കൊല്ലമാണ് അത് വരിക. സാദിയ അലഹബാദ് ഹാൽഡിയ 1, സാദിയ ദബ്രി 2, അല്ലേ? കൊല്ലം കോട്ടപ്പുറം 3, കാക്കനാട് പുതുശ്ശേരി 4 ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. പട്ടിക 1 പട്ടിക 2മായി ചേർക്കുക. വീണ്ടും ജിയോസ്, ഇൻസാറ്റ്, സ്പോട്ട്, ഉൽക്ക 3 ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ് വിട്ടേക്കെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. അതായത് ജിയോസ്, GOES, ജിയോസ് എന്ന് പറയുമ്പോൾ അത് USA ആണ്. ജിയോസ് ആണ്. ഇൻസാറ്റ് നമുക്കറിയാം. ഇൻസാറ്റ് ആരുടെ ആയിരിക്കും? എപ്പോഴും ഇന്ത്യയുടെയാണ്. ഇൻസാറ്റ് എപ്പോഴും നമുക്കറിയാവുന്നത് ഇന്ത്യയുടെയാണ്. ഇൻസാറ്റ് ഇന്ത്യയുടെയാണ്. പിന്നെ സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് ആർക്കുള്ളതാണ്? സ്പോട്ട് എന്ന് പറയുമ്പോൾ അത് ഫ്രാൻസിനുള്ളതാണ്. സ്പോട്ട് ഫ്രാൻസിന്. ഉൽക്ക 3 ആർക്കുള്ള? ഉൽക്ക 3 എപ്പോഴും റഷ്യയാണ് എപ്പോഴും ഉൽക്ക വിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻസാറ്റ് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. ഇൻസാറ്റ് എപ്പോഴും ഇന്ത്യയാണ്, അല്ലേ? ജിയോസ് USA ജിയോസ് എന്ന് പറഞ്ഞത്. സ്പോട്ട് ഫ്രാൻസിൻ്റെയും ഉൽക്ക 3 റഷ്യയുടെയുമാണ് കേട്ടോ. അപ്പോൾ ഇൻസാറ്റ് എന്ന് അറിയുമ്പോൾ അതെങ്കിലും ആദ്യം മാർക്ക് ചെയ്താൽ ബാക്കി കിട്ടുമോ എന്നുള്ളത് ഡൗട്ട്. ഓക്കെ, നമ്മുടെ ഉത്തരം എന്താണ്? ജിയോസ് USA ആണ്, ഇൻസാറ്റ് ഇന്ത്യയാണ്, സ്പോട്ട് ഫ്രാൻസ് ആണ്, ഉൽക്ക 3 റഷ്യയാണ്. അത്രയും നമ്മളൊന്ന് വായിച്ചിട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം. അടുത്തത് താഴെപ്പറയുന്ന പ്രസ്താവന പരിശോധിച്ചിട്ട് കോഡുകൾ ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കുക. ഇവിടുത്തെ ഉത്തരം അതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ഉത്തരം 1, 4 ശരിയാണ്. ബാബർ എന്ന് പറയില്ലേ? ബാബർ ട്രാക്റ്റ് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ബാബർ ട്രാക്റ്റ് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. അതുപോലെ ടെറായി അമിതമായ നനവുള്ളൊരു മേഖലയാണ്. ഓക്കെ, ഇത് ജോഗ്രഫിക്കൽ പാർട്ടാണ്. ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാബർ ട്രാക്റ്റ് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയും ടെറായി അമിതമായി നനവുള്ള ഒരു മേഖലയുമാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്കറിയാവുന്ന ഉത്തരം സൈലൻറ്റ് വാലിയാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം, അല്ലേ? ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ സുസ്ഥിരവും വളർച്ച, അല്ലേ? സുസ്ഥിര വളർച്ച, അത് ഓർത്ത് വെച്ചേക്കണം. 12ാം പദ്ധതിക്ക് സുസ്ഥിര വളർച്ച എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. എല്ലാ പദ്ധതികളുടെയും, അല്ലേ? 1, 2, 3, 4, 5, 5ാം പദ്ധതി ഗരീബി ഘടാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 സുസ്ഥിര വളർച്ച. അപ്പോൾ എല്ലാത്തിൻ്റെ എന്താണ് പ്രധാന ആശയങ്ങളൊന്നും നോക്കി വെച്ചേക്കാം, അല്ലേ? അതിനൊക്കെ ഒരു 5 മിനിറ്റേ എടുക്കുള്ളൂ. അടുത്തത് GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന ഏതാണ് ചുമത്തുക? GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറഞ്ഞതിൽ ഏതാണ് ചുമത്തുക? ഉത്തരം നമുക്കറിയാം, IGST ആണ്. നെക്സ്റ്റ് ചോദ്യം. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഉത്തരം റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻറ്റ് ഇൻ എയ്ഡ്.
റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് ആണെന്ത് ഫലപ്രദമായ റവന്യൂ കമ്മി എന്ന് ഉദ്ദേശിക്കുന്നത്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയത്. ആ റിപ്പോർട്ട് ആരെഴുതി? ദി ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ആരായിരുന്നത്? വി അനന്ത നാഗേശ്വർ. അടുത്ത കൂടി നോക്കാം. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. അതെന്താണ്? സിറ്റിസൺ ചാർട്ടർ എന്നാണ് പറയുക. സിറ്റിസൺ ചാർട്ടർ എന്നാണ് അതിനെ പറയുക. മാനദണ്ഡം, ഡെലിവറി മേഖല മാനദണ്ഡം, പൊതു കരാർ, സിറ്റിസൺ ചാർട്ടറാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഉത്തരം വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. നെക്സ്റ്റ്, സാമൂഹികമായി വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 105 അല്ലേ? 105 ഭരണഘടനാ ഭേദഗതിയാണ് അത്. 105 ഭരണഘടനാ ഭേദഗതി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരായിരുന്നു? പ്രേം ബിഹാരി നരേന്ദ്ര റൈസാനെ ആയിരുന്നു. അടുത്തത്, കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രുമം. അടുത്തത്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? ഉത്തരം കൂടിയാട്ടവും മുടിയേറ്റവും. അടുത്തത്, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഗ്രീസാണ്. ഡേവിസ് കപ്പ് ഏതിനുള്ള? ഡേവിസ് കപ്പ് എന്ന് പറയുമ്പോൾ അത് ഡേവിസ് കപ്പ് ടെന്നീസിനുള്ളതാണ്. ഡേവിസ് കപ്പ് ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ദേശീയ ഹരിത ഹൈഡ്രജൻ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരി എന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ് ശരി സാധനങ്ങൾ. 1ഉം 3ഉം. ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റുകളുടെയും ഉൽപ്പാദനത്തിൻ്റെ ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ദൗത്യമാണ് ചോദിച്ചേക്കുന്നത്. ദേശീയ ഹരിത ഹൈഡ്രജൻ്റെ ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ ഉയർത്തുക എന്നുള്ളതാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ്റെ ദൗത്യം. പിന്നെ ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ശുദ്ധമായ ഊർജം, ഹരിത ഹൈഡ്രജൻ, ശുദ്ധമായ ഊർജം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട്, ബ്രൗൺ ഹൈഡ്രജൻ ഉണ്ട് കേട്ടോ. ഗ്രേ ഉണ്ട്, ബ്രൗണും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ്സ് മറ്റുള്ളതാണ്. അതിൻ്റെയൊക്കെ ഉൽപ്പാദനവും ഉപയോഗവും കയറ്റുമതിക്കുമൊക്കെയുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ എന്ന പരിപാടി ഇവിടെ അവതരിപ്പിച്ചേക്കുന്നത്. അതിലൂടെ നമുക്കെന്ത് കിട്ടുന്നുണ്ട്? ആഗോള ശുദ്ധ ഊർജ പരിവർത്തനം. ശുദ്ധ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നു, ആഗോളമായിട്ട് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. താഴെ പറഞ്ഞ പ്രസ്താവന ശരി ഏതൊക്കെയാണ്? ശരി പ്രസ്താവന എന്ന് പറയുമ്പോൾ ശരി പറയാം. 1ാമത് ഓപ്ഷൻ എ ആണ് ഉത്തരം. അതായത് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 വന്നു. പിന്നെ 80 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. 2. നെക്സ്റ്റ്, ഏതൊക്കെയാണ് ശരി പ്രസ്താവന ഇവിടെ ശരി പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരിക്കും ഈ 2-3 ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും വിട്ടുപോവുക. കാരണം ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്താണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. നോക്കാം. ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തൊരു രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ സൃഷ്ടിക്കുന്നു. 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിച്ചിരുന്നു. അതൊക്കെ വീണ്ടും പ്രസ്താവനയെ വീണ്ടും ചോദിക്കാം. ശനി ഉപഗ്രഹമായ മിമാസിനുള്ളിൽ
അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറഞ്ഞ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? ഉത്തരം ഓപ്ഷൻ സി ആണ്, നാഗാലാൻഡ്. ഓക്കെ, നാഗാലാൻഡാണ് അല്ലാത്തത്. ഓക്കെ ആണല്ലോ. മണിപ്പൂർ, മേഘാലയ, ത്രിപുര അതൊക്കെ എന്താണ്? ആചരിക്കുന്ന ദിനങ്ങളാണ്. നെക്സ്റ്റ് വൺ, വ്യവസായവൽക്കരണ ദിനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്താണ്? വർഷം 1938 പ്രധാന പങ്ക് വഹിച്ചത് എന്താണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ത്രിപുര സമ്മേളനം, സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ്, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം എന്താണ്? ഹരിജൻ യാത്ര. ഹരിജൻ യാത്ര അല്ലെ പര്യടനം. നെക്സ്റ്റ്, അക്ബറിൻ്റെ കാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ഉത്തരം ഏതാണ്? പുരാണക്കില. അതാരുടെയാണ്? ഹ്യൂമയൂണിൻ്റെയാണ്. ബാക്കിയൊക്കെ അക്ബറിൻ്റെയാണ്. ഉത്തരം പുരാണക്കില. വയനാട്ടിലെ കാടുകളിൽ 1912 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുറച്ച് പ്രാസം ഒപ്പിച്ച് ചോദിച്ചതേ ഉള്ളൂ അല്ലേ? ചോദ്യം സിമ്പിളാണ്. ഉത്തരം ഏതാണ്? രാമൻ നമ്പി. രാമൻ നമ്പി. അടുത്തത്, കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം എന്താണ്? അയ്യങ്കാളിയാണ്. ഉത്തരം അയ്യങ്കാളി. കേരള സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 1991. 1991. ഒരു മിനിറ്റ്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടിരുന്നത്? ഉത്തരം ന്യൂറംബർഗ്. ഉത്തരം ന്യൂറംബർഗ്. സെക്കൻഡ് വേൾഡ് വാർ പഠിക്കാനുള്ളതാണ്. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഉത്തരം ഓപ്ഷൻ എ, ജീൻ ജാക്വസ് റൂസോ. റൂസോ ആണങ്ങനെ പറയാം. സ്വതന്ത്രനായി ജനിക്കുന്നു, റൂസയാണ് പറഞ്ഞത്. സ്വതന്ത്രനായി ജനിക്കുന്നു, റൂസയാണ് പറഞ്ഞത്. താഴെ പറയുന്നവരിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? പോർച്ചുഗീസാണ്. പോർച്ചുഗീസാണ് ഔദ്യോഗിക ഭാഷ അല്ലാത്തത്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെ. കോഴിക്കോട് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയമല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ഭൂതാപ നിലയമല്ല. അതായത് നറോറയും ഗ്രൗളിയും എന്താണ്? ഭൂതാപ നിലയങ്ങൾ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, തെറ്റായി പൊരുത്തപ്പെട്ടത് ഏതല്ല? തെറ്റായി പൊരുത്തപ്പെട്ടതിനെയാണ് നമുക്ക് ഉത്തരമാക്കി എഴുതേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് തെറ്റായി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഉത്തരം ഇതാണ് അല്ലേ? അപ്പോൾ ശരികളെ നമുക്ക് പഠിച്ചു വെക്കാം. ഗ്രാനൈറ്റ്, ഗ്നീസ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ഷെയ്ല്, സ്ലേറ്റ്. ഇത് ജോഗ്രഫിയാണ്. ഗ്രാനൈറ്റ്, ഗ്നീസ്, ചുണ്ണാമ്പ് കല്ല്, മാർബിള്, ഷെയ്ല്, സ്ലേറ്റ്. നെക്സ്റ്റ്, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പോളികോണിക്. പോളികോണിക്. പോളികോണിക്കാണ് SOIയിൽ ഉപയോഗിക്കുക. സർവേ ഓഫ് ഇന്ത്യയിൽ ഉപയോഗിക്കുക പോളികോണിക്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ജപ്പാൻ അല്ലേ? അവിടെയല്ലേ ഭൂകമ്പം ഉണ്ടാവുകയുള്ളൂ അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്.
മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും പണനയത്തിൻ്റെ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുക? ഉത്തരം ഓപ്ഷൻ സി ആണ്. കുറഞ്ഞ ചെലവുകളും ഉയർന്ന സർക്കാർ ചെലവും ഉയർന്ന നികുതി. ഇതിനടുത്തതാണ്. അടുത്തത്, താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവരുടെ സംഭാവന കുറഞ്ഞ ക്രമത്തിൽ ക്രമീകരിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സൗരോർജം, കാറ്റുശക്തി, ബയോമാസ്. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയുടെ വൈദ്യുതോൽപാദനത്തിൽ അവരുടെ സംഭാവന കുറയ്ക്കുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ ആർക്ക് കിട്ടുന്നു, കുറവ് ആർക്ക് കിട്ടുന്നു നോക്കി വെക്കുക. സൗരോർജ്ജത്തിന് കൂടുതൽ, കാറ്റുശക്തി, പിന്നെ ബയോമാസ്. ഓക്കെ, സൗരോർജ്ജം എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടെന്നൊരു ഓർമ്മ വരുമല്ലോ. നമ്മുടെ എറണാകുളത്ത് അവിടെ എന്താ എയർഡ്രോമിൽ അതൊക്കെ ഓർത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ സൗരോർജ്ജമാണെന്ന് നോക്കിയാൽ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. IXPE ആണ് അല്ലാത്തത്. XPOSAT നമുക്കറിയാം, SROS C അറിയാം, HYSS അല്ലേ? HYSS അതൊന്ന് നോക്കി വെക്കുക. XPOSAT നമുക്ക് പരിചയമുണ്ട്. SROS എന്ന് വായിക്കുക. SROS C. XPOSAT SROS C. ഓക്കെ. HYSS ഇത് മൂന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ ആണെന്ന് പഠിച്ചു വെച്ചാൽ ബാക്കി നമുക്ക് പ്രശ്നമില്ലല്ലോ. HYSS, SROS, XPOSAT. ഓക്കെ, അത്ര നമ്മുടെ ഇന്ത്യയുടെ ആണ്. നെക്സ്റ്റ്, ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനുകളെക്കുറിച്ചുള്ള താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. ശരി ഏതാണ്? ഓപ്ഷൻ്റെ 1, 2, 3, 4 ശരിയാണ്. ഓക്കെ, ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ആ കൺവെൻഷൻ. ദേശീയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണിത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും NBSAPS ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കുന്നതിനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും ഇതിന് കഴിയുന്നു. അപ്പോൾ ഇമാതിരിയുള്ള ചോദ്യങ്ങളും കൂടി പഠിച്ചു വെക്കുക. കാരണം ഏകദേശം അത് 45 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള ചോദ്യങ്ങൾ, ആഗോള നിയന്ത്രണം, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് എഴുതണം. കുറച്ച് കണ്ടൻറ്റ് ഫാക്റ്റും കയ്യിലുണ്ടാവണം. അപ്പോൾ ഈ 4 ഫാക്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിൽ വെച്ച്. ഒരു ചോദ്യം കൂടി, സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിൻറ്റ് ലഗ്രാഞ്ച് പോയിൻറ്റ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. 1.5 ദശലക്ഷം കിലോമീറ്ററാണ്. ഓക്കെ, ലഗ്രാഞ്ച് പോയിൻറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം.